ഒരു കാര്യം കൂടിയുള്ളത് ഈ താങ്കൾ സൂചിപ്പിച്ചു വ്യാജ പ്രൊഫൈലുകൾ പല പാർട്ടികളുടെയും പല നേതാക്കളുടെയും ആഭിമുഖ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പ്രൊഫൈലുകളുണ്ട്. പക്ഷേ ഇതിനൊന്നും മുഖങ്ങളില്ല. സ്വാഭാവികമായും UDF പക്ഷത്തോ അല്ലെ ലീഗിന്റെ നിലപാടെടുക്കുന്നതോ ആയ അത്തരം അദൃശ്യ മുഖങ്ങൾ ഉണ്ടാവാം, അത്തരം പ്രൊഫൈലുകൾ ഉണ്ടാവാം. അത്തരം പ്രൊഫൈലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും അതിനെന്തിനു നിങ്ങൾ ലീഗിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ കുറ്റപ്പെടുത്തണം? അല്ല, ഇവിടെ ആദ്യമായിട്ട് ഇടതുപക്ഷത്തിന് ഒരു സംഭവം ഉണ്ടായി, പ്രകോപനം ഉണ്ടായി. ഇതോടുകൂടി ഇന്നലെ വരെ ചെയ്ത UDF ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാം വിശുദ്ധവൽക്കരിക്കപ്പെട്ടു എന്ന നിലയ്ക്കാണ് ബഹുമാനായ ഫിറോസ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറയുന്ന ചോദ്യം ഇതാണ്. അദ്ദേഹത്തിന്റെ കൂടെ നേതാവാണ് VD സതീശൻ, പ്രതിപക്ഷ നേതാവാണ്. ഇതുപോലൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു അശ്ലീല വീഡിയോയെ കുറിച്ചാണ്. നമുക്ക് തൃക്കാക്കരയിലെ അനുഭവം എടുക്കാം. UDF തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിതൊന്നും ബന്ധമില്ല, ഞങ്ങളെല്ലാം പവിത്ര രാജകുമാരന്മാരാണ്, ഞങ്ങളെല്ലാം കന്യകന്മാരാണ് എന്നെല്ലാമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ്, ഈ സാധനം ആരാ ഉണ്ടാക്കിയത്? ഞങ്ങൾക്കാവതുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുറ്റവാളിയെ പിടിക്കാനെ. പക്ഷെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധമാണ് അത് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എവിടുന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും? ഇതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ഒരു കാഫിർ എന്നൊരു പ്രയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയോഗത്തിന് പിന്നിൽ വലതുപക്ഷമാണ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം അതിന് ചരിത്രപരതയുണ്ട്. എന്താണ് ചരിത്രപരത? കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവമില്ല, വിശ്വാസമില്ല എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു പ്രവണതയാണല്ലോ അത്. ഞങ്ങൾ തന്നെ അയ്യോ ഞങ്ങൾക്ക് ദൈവമൊന്നും ഇല്ലാത്തവരാണ് ഞങ്ങൾ തന്നെ പ്രചരിപ്പിക്കും. അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതല്ലേ? ഇവര് ദൈവമില്ലാത്തവരാണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഗുണഭോക്താക്കൾ ആരാണ്? അത് വെച്ചിട്ടാണ് ലീഗിന്റെ കോൺഗ്രസിന്റെ നേരെ വിരൽ ചൂണ്ടുന്നത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ചില നിലപാടുകളുടെ ഭാഗമായി കോൺഗ്രസിന് വിശ്വാസ തകർച്ച ഉണ്ടായപ്പോ അതിന് കൂട്ടുനിന്ന് ലീഗിന് വിശ്വാസ തകർച്ച ഉണ്ടായപ്പോ അല്ലല്ല അവര് വിശ്വാസികളൊന്നും അല്ല കേട്ടോ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നുവെന്നാണ് ഞങ്ങളുടെ സംശയം. അതെവിടുന്ന് ഒന്നൊന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കായിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കിയ തിരക്കത്തിരിക്കുന്ന ആളുകളുടെ വാദം എന്താണ്? അത്ഭുതകരമാണ്. എന്തായാലും അൽകുമാർ, ഒരു കാര്യം, കഴിഞ്ഞ ദിവസം MV ജയരാജനാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അദൃശ്യ പ്രൊഫൈലുകൾ സംബന്ധിച്ച ഒരു സംസാരം പറയുകയും അതിന്റെ തുടർച്ചയുണ്ടാവുകയും അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും നിങ്ങളൊരു വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അദൃശ്യ പ്രൊഫൈലുകൾ പിന്തുണയ്ക്കുന്നതായാലും പിന്തുണ നൽകുന്നതായാലുമുള്ള അദൃശ്യ പ്രൊഫൈലുകൾ ഇനി വേണ്ട, അതിനെ തങ്ങൾ പിന്തുണയ്ക്കില്ല, അത്തരമൊരു നിലപാട് ഔദ്യോഗികമായി സ്വീകരിച്ചുകൊണ്ട് അത് പുറത്ത് താഴെ ഘടകങ്ങളിൽ തന്നെ എത്തിക്കാനുള്ള ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ CPM തയ്യാറാണോ? അത്തരമൊരു ആലോചനയാണോ നിങ്ങളുടെ? അല്ല, ഇപ്പൊ കോൺഗ്രസ് ലീഗും മാത്രമല്ലല്ലോ, ഇവിടെ BJP എന്താ ചെയ്യുന്നത്? BJPയുടെ പരിപാടികൾ എന്തൊക്കെയാ? അല്ല, BJPയും CPM ലീഗും ഒക്കെ വിട്ടേളുന്നു. CPM അത്തരമൊരു നിലപാട് അല്ലല്ല, ഞാനൊന്ന് പറയട്ടെ, ഇതൊന്ന് പറയട്ടെ. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ നമ്മൾ രാവിലെ CPM തീരുമാനിച്ചോണ്ട് സ്വിച്ചിട്ട് ലൈറ്റ് അണയുന്ന പോലെ ഇടുന്ന പോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയുകയാണ്. ഒരു വ്യാജ പ്രൊഫൈലിന്റെ സഹായം CPM വേണ്ട. ഇതാണ് ഞങ്ങളുടെ പരസ്യ നിലപാട്. ആ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. അതാണ് വ്യക്തമാക്കി കഴിഞ്ഞത്. അതിൽ നിന്ന് വ്യക്തത കുറവിന്റെ ആവശ്യമില്ല. തിരിച്ച് ഇതിനോട് പ്രതികരിക്കാൻ കോൺഗ്രസ് കയറണ്ടെന്നുള്ളതല്ലേ ചോദ്യം? അല്ല, കോൺഗ്രസുകാരും ലീഗുകാരും BJPക്കാരും ഈ പണി നടത്തിക്കൊണ്ടേയിരിക്കും. CPMകാരും ഞങ്ങൾ ആ വഴിക്ക് പോകത്തില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ താഴെയുള്ള ആളുകൾ ആരെങ്കിലും പ്രതികരിച്ചാൽ ചിലപ്പോൾ പാർട്ടി മെമ്പർ ആയിരിക്കും, മെമ്പർ അല്ലായിരിക്കും. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ചില ആളുകൾ വിദേശത്തു നിന്നാണ് ഇത് തിരിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ലോകവ്യാപകമായി ബന്ധിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ നിലപാടുകൾ വ്യക്തമാക്കി പോകാനേ സാധ്യതയുള്ളൂ. ആ നിലപാടുകൾ വ്യക്തമാക്കി പോകുമ്പോ ഇപ്പൊ നമ്മുടെ ആരാധനാലയങ്ങളുടെ ഗ്രൂപ്പിൽ നടക്കുന്ന പണികൾ എന്തൊക്കെയാ? SDP എന്നൊരു സംഘടനയുണ്ട്. അവര് ചെയ്യുന്ന പണി എന്താ? എന്തെല്ലാം വിദ്വേഷജനകമായ സാധനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഫാക്ടറികളാണ്, വ്യാജങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ്. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടന്നുകൊണ്ടിരുന്നിട്ട് അദൃശ്യമായ ഗ്രൂപ്പുകളിലൂടെ ഇത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഇവിടെയുണ്ട്. ഇതിനെ സമൂഹമാകെ ചെറുക്കണമെന്ന ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അത് ഞങ്ങൾ ഉറച്ചു പറയുമ്പോൾ കോൺഗ്രസിന്റെ അഭിപ്രായവും ലീഗിന്റെ അഭിപ്രായവും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഞങ്ങൾ വിട്ടത്തില്ല, നിങ്ങൾ CPM മാത്രം നന്നായാൽ മതി എന്ന് പറയുന്ന നില ഒഴിഞ്ഞുമാറലാണ്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് അതിന്റെ സഹായമൊന്നും വേണ്ട. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളെ മൂടി വെക്കാതെ സ്വതന്ത്രമായി പറയാൻ തന്റേടമുള്ളവരാണ്. ആ തന്റേടം വലതുപക്ഷത്തിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വളരെ നന്ദി അൽകുമാർ. ഒപ്പം PK ഫിറോസ് പ്രതികരിച്ചു.